ശ്രുതി ചേച്ചിയെ കണ്ണിൻ്റെ പീലി വളരാൻ എന്താ ചെയ്യുക, പുരികക്കൊടി ഉണ്ടാവാൻ എന്താ ചെയ്യുക എന്ന് ഒത്തിരി പേര് ചോദിക്കാറില്ലേ. ഒന്നില്ലെങ്കിൽ മക്കളെ, നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള കൺമഷി, ഞാനിപ്പോൾ നമ്മുടെ കൺമഷി ഒരു പെൻസിൽ, ഐബ്രോ പെൻസിൽ വെച്ചിട്ട് എഴുതി കിടക്കുകയാണ്. കൈകൊണ്ട് എഴുതുന്നേക്കാളും ഐബ്രോ പെൻസിൽ വെച്ച് എഴുതുമ്പോൾ കുറച്ചും കൂടി അങ്ങ് അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നല്ല ഷേപ്പിൽ കിടക്കുകയും ചെയ്യും. അരമണിക്കൂർ കഴിയുമ്പോൾ അത് അബ്സോർബ് ചെയ്ത് പൊക്കോളൂ കേട്ടോ, പില്ലോലൊന്നും ആവില്ല. അത് നമുക്ക് അഫോർഡബിൾ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്കിതുപോലെ ചെരാത്തെടുത്ത് നെയ്യ് വിളക്ക് കത്തിക്കാം. നെയ്യ് തന്നെ കത്തിക്കണേ. അതിലേക്ക് നമ്മൾ ഒരു അതിൻ്റെ തീനാളത്തിലേക്ക് ഒരു ബദാം എടുക്കുക. ബദാം എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കരിക്കുക. നല്ല ചുട്ട കശുവണ്ടിപ്പരിപ്പിൻ്റെ മണം വരുന്ന സമയത്ത് അതിങ്ങോട്ട് എടുക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കുക. പെട്ടെന്ന് തന്നെ പേസ്റ്റ് ആകും കേട്ടോ. 2 തുള്ളി ആവണക്കിൻ്റെ എണ്ണ അതിലേക്ക് ഇറ്റിക്കുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ കിടക്കുന്നതിന് മുൻപ് നമ്മുടെ കൺപിലിയിലും പുരികത്തിലൊക്കെ എഴുതിയിട്ട് കിടക്കുക. 2 ആഴ്ച ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് കാണാം കേട്ടോ. പ്രത്യേകിച്ച് കുറേ ഭാഗം ഇങ്ങനെ കൊഴിഞ്ഞു പോയ ഭാഗം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് രോമവളർച്ച ഉണ്ടാകുന്നത് കാണാം. അവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ.